ഡോക്ടർ വന്ദനയെ മൃഗീയമായി കൊന്ന ഈ മനുഷ്യമൃഗത്തിന് ജീവപര്യന്തം മതിയോ? ഒരു കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരുന്ന, അനേകം രോഗികൾക്ക് ആശ്രയമാകേണ്ടിയിരുന്ന ഡോക്ടർ വന്ദനാദാസ് എന്ന 23-കാരിയെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തിയ സന്ദീപ് എന്ന ഈ മനുഷ്യമൃഗത്തിന് കോടതി ഇന്ന് വിധിച്ച ആ വിധി കേട്ട് മാതാപിതാക്കൾക്കും മാത്രമല്ല സകല മാതാപിതാക്കൾക്കും സങ്കടം അടക്കാനായില്ല. ഇവനൊരു അധ്യാപകനായിരുന്നു പോലും. ഇവൻ പഠിപ്പിച്ച ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? കൊലപാതകത്തിന് ശേഷം പിടിക്കപ്പെട്ടപ്പോൾ സന്ദീപിൻ്റെ ആ പഴയ ഫോട്ടോ കാണുക. ഇന്ന് വിധി കേൾക്കുവാനായി കോടതിയിലേക്ക് പോലീസ് കൊണ്ടുവന്ന സന്ദീപിനെ കണ്ടാലും 2 കൊല്ലം കൊണ്ട് തടിച്ചു കൊഴുത്ത് ഉണ്ണിക്കുടവേറുമൊക്കെ വെച്ച് കല്യാണത്തിന് മണവാളൻ വരുന്നത് പോലെയാണ് ഈ മനുഷ്യമൃഗത്തെ പോലീസ് ഇന്ന് കോടതിയിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നത്. ഇവൻ ആർക്കു വേണ്ടിയായിരിക്കണം ആ കൊല നടത്തിയത്? ഇവനെ രക്ഷിച്ചത് ആരാണ്? വിശദാംശങ്ങൾ പിന്നാലെ. 2023 മെയ് 10 പുലർച്ചെയാണ് കേരളത്തെ നടുക്കിയ ആ കൊലപാതകം നടന്നത്. ലഹരിയിൽ സുബോധം നഷ്ടപ്പെട്ട് കാലിൽ മുറിവുമായി പോലീസിനെ വിളിച്ച സന്ദീപിനെ ചികിത്സയ്ക്കായി പൂയപ്പള്ളി പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പുലർച്ചെ 4:30 എത്തിച്ചപ്പോൾ സന്ദീപ് അക്രമാസക്തനായി ആശുപത്രിയിലെ സർജിക്കൽ കത്രിക ഉപയോഗിച്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. കൊല്ലം മീയന്നൂർ അസീസിയ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസ് തൻ്റെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നത്. അന്ന് സന്ദീപിന്റെ ആക്രമണത്തിൽ ഹോംഗാർഡ് വൈ അലക്സുകുട്ടി, പോലീസ് ഓഫീസർ മണിലാൽ, ആംബുലൻസ് ഡ്രൈവർ രാജേഷ്, അയൽവാസികളായ രാജേന്ദ്രൻ പിള്ള, ബിനു എന്നിവർക്കും പരിക്കേറ്റിരുന്നു. വന്ദനയുടെ കൊലപാതകത്തിന് ശേഷം സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ജീവന് സുരക്ഷയില്ല എന്ന് കാണിച്ച് വലിയ പ്രക്ഷോഭങ്ങൾ നാടൊട്ടുക്കും നടന്നിരുന്നു. വന്ദന കൊലപാതകത്തിൽ കഴിഞ്ഞയാഴ്ച പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമവാദവും പൂർത്തിയായിരുന്നു. വന്ദനയുടെ കഴുത്തിലും നെഞ്ചിലും പിൻഭാഗത്തുമായി സർജിക്കൽ സിസർ ഉപയോഗിച്ച് 23-ലധികം കുത്തുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശ്വാസകോശത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ മുറിവുകളാണത്രേ മരണകാരണം. പരിക്കേറ്റ വന്ദനയെ ആദ്യം കൊട്ടാരക്കര വിജയ ഹോസ്പിറ്റലിലേക്കും തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. രാവിലെ 8:25 വന്ദനാദാസ് കിംസിൽ വെച്ച് മരിച്ചു. കൊലപാതകത്തിന് ജീവപര്യന്തവും വധശ്രമത്തിന് 307-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും 326-ാം വകുപ്പ് അനുസരിച്ച് 10 വർഷവും ശിക്ഷ അനുഭവിക്കണം. ആശുപത്രിയിൽ അതിക്രമം കാട്ടിയതിന് 5 വർഷം ശിക്ഷ അനുഭവിക്കണം. IPC 323, 324, 332, 333 വകുപ്പുകൾ ഉൾപ്പെടെ 30 വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കൂ എന്ന് പ്രോസിക്യൂട്ടർ പറയുന്നു. പക്ഷേ ഇവനെ കൊണ്ട് ഈ കൃത്യം ചെയ്യിച്ചവർ മേൽക്കോടതികളിൽ അപ്പീൽ പോകും തീർച്ച. ഇവനൊരു മാനസിക രോഗിയാണെന്ന് സ്ഥാപിച്ച് 3-4 കൊല്ലത്തിനുള്ളിൽ ഇവൻ പുറത്തിറങ്ങും. കാരണപർവ്വത കേസിലെ ഷെറിനെ പുറത്തു ചാടിച്ചതുപോലെ ഇവനെയും പുറത്തു ചാടിക്കും. നമുക്ക് കാത്തിരുന്ന് കാണാം. അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യമല്ലെന്ന് കണ്ടെത്തിയതിനാലാണത്രേ ജീവപര്യന്തം. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂട്ടർ പറഞ്ഞു. പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302-ാം വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും, വധശ്രമത്തിന് 307-ാം വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും, 326-ാം വകുപ്പ് പ്രകാരം മറ്റൊരു 10 വർഷം കഠിന തടവും, ആശുപത്രിയിൽ അഗ്നിക്രമം കാണിച്ചതിന് 5 വർഷം കഠിന തടവും, അതുകൂടാതെ 323, 324, 332, 333 വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷകൾ ഉൾപ്പെടെ ആദ്യത്തെ 30 വർഷം ശിക്ഷ അനുഭവിച്ച കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കുലകുറ്റത്തിന്
ജീവപര്യന്തം ശിക്ഷ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അത് കൂടാതെ പിഴ ശിക്ഷയും കോടതി ഇതിനോടൊപ്പം തന്നെ ഉത്തരവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 30 വർഷത്തിന് ശേഷം മാത്രമേ ജീവപര്യന്തം ആരംഭിക്കുകയുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചൊരു വിധി ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ അപൂർവ ശിക്ഷയായി പരിഗണിച്ച് വധശിക്ഷ ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞിരുന്നു. പ്രതീക്ഷിച്ചൊരു വിധി ഉണ്ടായിട്ടുണ്ടോ? കേസിലെ 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം പ്രതി ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കോടതിക്ക് പരമാവധി ശിക്ഷ പ്രതിക്ക് നൽകണമെന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. പക്ഷേ IPC 302 2 തരത്തിലുള്ള ശിക്ഷകൾ അനുവദിക്കുവാനുള്ള വിവേചന അധികാരം കോടതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കുറ്റകൃത്യമല്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജീവപര്യന്തം ശിക്ഷയിലേക്ക് ഈ പ്രതിക്ക് കോടതി ഉത്തരവുണ്ടായിട്ടുള്ളത്. അപ്പീല് ഈ കേസിലെ പ്രതിക്ക് കോടതി ഉത്തരവിട്ടിരിക്കുന്ന ശിക്ഷ ശരി പോരാ എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്. തൃപ്തരല്ല എന്ന് കണ്ടെത്താനുള്ള പ്രധാനപ്പെട്ട അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? അല്ല, കേസിലെ വിധിയിൽ തൃപ്തരല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം 2 തരത്തിലുള്ള ശിക്ഷകളാണ് കോടതിക്ക് നൽകാൻ സാധിക്കുന്നത്. ഒന്ന് ജീവപര്യന്തം തടഞ്ഞു കഴിഞ്ഞ തടവും, അതല്ലെങ്കിൽ അപൂർവമായ കേസാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിന് വധശിക്ഷയും കോടതിക്ക് അനുവദിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇത് അപൂർവമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി കണ്ടെത്താത്ത സാഹചര്യത്തിലാണ് 302 പ്രകാരമുള്ള അടുത്ത ശിക്ഷയായ ജീവപര്യന്തം കഠിന തടവ് കോടതി ഉത്തരവിട്ടായിട്ടുള്ളത്. ജഡ്ജ്മെന്റ് പൂർണ്ണമായും പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഫൈനിന്റെ കാര്യത്തിനകത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302 വകുപ്പ് പ്രകാരം 1 ലക്ഷം രൂപ പിഴ കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അത് കൂടാതെ മറ്റു വകുപ്പുകൾക്കും കോടതി പിഴ ഉത്തരവുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പറയാം. തീർച്ചയായും ഈ പറഞ്ഞിരിക്കുന്ന തരത്തിൽ നോക്കുകയാണെങ്കിൽ 30 വർഷത്തിന് ശേഷം മാത്രമേ ജീവപര്യന്തം കഠിന തടവ് ആരംഭിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഒരാളുടെ ജീവിതത്തിലെ അവശേഷിക്കുന്ന കാലഘട്ടം മുഴുവൻ, പ്രതിയുടെ ജീവിത കാലഘട്ടത്തിലെ അവശേഷിക്കുന്ന കാലഘട്ടം മുഴുവൻ പ്രതി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കോട്ടയം കടുത്തുരുത്തി മുട്ടുച്ചിറ നമ്പിച്ചിറക്കാലായിൽ KG മോഹൻദാസിന്റെയും വസന്തകുമാരിയുടെയും ഏക മകളായിരുന്നു ഡോക്ടർ വന്ദനാദാസ്. മകളുടെ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ആശുപത്രിയും പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സയും. മകളുടെ പഠനമൊക്കെ കഴിഞ്ഞ് ആശുപത്രി തുടങ്ങുവാനിരിക്കുമ്പോഴാണ് ഈ ദാരുണ സംഭവം അരങ്ങേറുന്നത്. വിധി കേട്ട ശേഷം വന്ദനയുടെ മാതാവ് വസന്തകുമാരി മാധ്യമങ്ങളോട് പറഞ്ഞത് കാണുക. വിധി ഇതായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ചിട്ട് ഇനി എന്താണ് അടുത്തതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ അറിഞ്ഞൂടാ. ഇത്രയും നിയമ പോരാട്ടം നടത്തിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അപ്പീൽ തന്നെ പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അതെ, മകൾക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും പോരാടി നമ്മൾ 2 വർഷവും 10 മാസവും പോരാടി, മകൾക്ക് നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഈ കോടതിയിൽ നിന്ന്? എനിക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞു. വധശിക്ഷ വേണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വധശിക്ഷ വേണം. വധശിക്ഷ എന്നുള്ളതിനെക്കാട്ടിലുപരി എൻ്റെ മകൾ അനുഭവിച്ച വേദന അറിയണം. വേദന എന്താണെന്ന് അറിയണം. ഭയപ്പാട് എല്ലാം അറിയണം. ഒരു മാതൃകാപരമായ ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? നീതി കിട്ടിയോ? എനിക്കറിഞ്ഞൂടാ. അതിനെപ്പറ്റിയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഇനി വന്ദനയുടെ പിതാവ് KG മോഹൻദാസിന്റെ വാക്കുകൾ കേൾക്കാം. പ്രതിയുടെ വിധിയിൽ ആശ്വാസമുണ്ട്. അത് തൽക്കാലം പറയാൻ സാധിക്കില്ല. കാരണം ചെയ്ത തെറ്റിന് പര്യാപ്തമായ ഒരു ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ പോലെ തന്നെ ഞങ്ങളും മനസ്സിൽ കാണുന്നുണ്ട്. കാരണം മോള് അകാരണമായിട്ട് ചികിത്സിച്ച് കൊണ്ടിരുന്ന ആ പേഷ്യൻ്റ് തന്നെ ഇത്രയും 10-27 പ്രാവശ്യത്തോളം കത്തി ഉപയോഗിച്ച് മാരകമായിട്ട് കൊന്ന് വേദന അനുഭവിച്ച എൻ്റെ മോള് 4.5 മണിക്കൂറോളം വേദന അനുഭവിച്ച എൻ്റെ മോള് ആശ്രയം ആരുമില്ലാതെ പൈശാചികമായിട്ട് കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷം 2 വർഷവും 10 മാസവും 11 ദിവസവും ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ബഹുമാനപ്പെട്ട സെഷൻസ് കോടതി ഈ പ്രതിക്ക് 30 വർഷത്തെ തടവും അതിനുശേഷം ലൈഫ് ടൈം ഇംപ്രിസൺമെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പൊതുസമൂഹത്തെ പോലെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഒരു ശിക്ഷയല്ലായിരുന്നു. കാരണം അതിനുവേണ്ടി ഞങ്ങൾ കൂടുതൽ ശിക്ഷ പ്രതിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ആലോചിച്ച ശേഷം ഞങ്ങൾ മേൽ കോടതിയിലേക്ക് പോകും എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ പറയാനുള്ളത്. ഇതിനോടകം മകളുടെ ഓർമ്മയ്ക്കായി ഇവർ 2 ആശുപത്രികൾ സ്ഥാപിച്ചു. അമ്മ വസന്തകുമാരിയുടെ ജന്മനാടായ ആലപ്പുഴ തൃക്കുന്നപ്പുഴയിലും മറ്റൊന്ന് ഡോക്ടർ വന്ദനാദാസിന്റെ ജന്മനാടായ കടുത്തുരുത്തിയിൽ മധുരവേലയിൽ ഡോക്ടർ വന്ദനാദാസ് മെമ്മോറിയൽ ആശുപത്രിയും. കോട്ടയം, എറണാകുളം,
റോഡരികിൽ കുറുപ്പന്തറയിലായിരുന്നു വന്ദനയുടെ വീട്. ഇവിടെ കിടത്തി ചികിത്സാ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രി നിർമ്മിക്കുവാനും പദ്ധതിയുണ്ട്. ഇതിനായി വന്ദനയുടെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവ് കൂടിയായ സന്ദീപ് തികഞ്ഞ മദ്യപാനിയും മയക്കുമരുന്നുകൾക്ക് അടിമയും ആയിരുന്നു. വീട്ടിലും നാട്ടിലും സ്ഥിര ശല്യക്കാരൻ. ഇയാളെ ഉപയോഗിച്ച് ഈ കൃത്യം ചെയ്യിച്ചതാണ് എന്ന് തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ആ സമയത്ത് 2023 പ്രമാദമായ പല വാർത്തകളും വിവാദമായി കത്തി നിൽക്കുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയാണ് ഈ കൊലപാതകം എന്ന ആരോപണം അന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ലൈഫ് മിഷൻ തട്ടിപ്പ്, CMDRF ഫണ്ട് ദുർവിനിയോഗം ചെയ്തത് സംബന്ധിച്ച് ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വേണ്ടപ്പെട്ടവനായ ശിവശങ്കറിലേക്ക് എത്തിയിരുന്നത്, CMRA വിവാദം, മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് 1,75,00,000 രൂപ വന്ന സംഭവം കത്തിക്കയറുന്ന സമയത്ത് ഒരു ശ്രദ്ധ തിരിക്കൽ അത്യാവശ്യമായിരുന്നു. അതിനായുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത് എന്ന് തുടക്കം മുതൽ തന്നെ ആരോപണമുണ്ടായിരുന്നു. മയക്കുമരുന്നിന് അടിമയായ സന്ദീപിനെ ഉപയോഗിച്ച് നടത്തിയ ഒരു കൊലയാണിതെന്ന് ആരോപിക്കുന്നതിനെ സാധൂകരിക്കുന്ന ഒരു വീഡിയോയും അന്ന് പുറത്തു വന്നിരുന്നു. വന്ദന സന്ദീപിൻ്റെ കാലിനേറ്റ മുറിവ് പരിചരിക്കുമ്പോൾ ഇയാൾ വീഡിയോ പകർത്തി ആർക്കോ അയക്കുന്നു, സ്കെച്ച് ചെയ്ത് ആളെ ഉറപ്പിക്കുവാൻ എന്നതുപോലെ. മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും അതുണ്ടായില്ല. ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തിയത്. ഇവനെ പിടിച്ച് ജയിലിലിട്ടു എന്നതുള്ളതല്ലാതെ മറ്റൊരു കാര്യത്തിലേക്കും അന്വേഷണം പോയില്ല. 90-ാം പൊക്കം കൃത്യം കുറ്റപത്രവും സമർപ്പിച്ചു. ജയിലിലും ഇവൻ VIP ആയിരുന്നു എന്നാണ് വിവരം. ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ കൊലപ്പെടുത്തിയ കേസ് എന്ന നിലയിൽ വളരെ പൊതുജന ശ്രദ്ധ ആകർഷിച്ച കേസായിരുന്നു ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ്. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരെ സാക്ഷികളായി വിസ്തരിച്ചു. അക്രമം നടക്കുമ്പോൾ ഡോക്ടർ വന്ദനാദാസിനോടൊപ്പം കാഷ്വാലിറ്റി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനായിരുന്നു ഒന്നാം സാക്ഷി. കേസിൽ 70-ലേറെ സാക്ഷികളെ വിസ്തരിച്ചു. 207 രേഖകൾ ഹാജരാക്കി. വിചാരണയ്ക്കിടെ കൂടുതൽ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ ഹാജരാക്കിയ ഒരു കേസുമാണിത്. പ്രതി മാനസിക ദൗർബല്യത്തിന് ചികിത്സ തേടുന്നുണ്ടെന്ന് തെളിയിക്കുവാൻ പ്രതിഭാഗം ഹാജരാക്കിയ മരുന്നുകളെക്കുറിച്ചും കോടതിയിൽ ദൈർഘ്യമേറിയ വാദപ്രതിവാദങ്ങൾ നടന്നു. ജയിലിൽ തടവുകാരനായി കഴിഞ്ഞ വേളയിൽ തനിക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗമായി മാനസിക ദൗർബല്യത്തെ ഉപയോഗപ്പെടുത്തുവാൻ പ്രതി ശ്രമിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചു. അതിനുവേണ്ടി ജയിൽ ലൈബ്രറിയിലെ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ പ്രതി വായിക്കുകയും തുടർന്ന് തന്നെ പരിശോധിച്ച മനോരോഗ വിദഗ്ധരോട് തനിക്ക് സ്കീസോഫ്രീനിയ എന്ന രോഗമുണ്ട് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നതായും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡോക്ടർമാരുടെ മൊഴികളിലൂടെയാണ് പ്രതിഭാഗത്തിൻ്റെ വാദം പരാജയപ്പെട്ടത്. പ്രതാപ് ജി പടിക്കൽ ആയിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. തുടക്കത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് സംഭവം നടന്ന് 3-ാം ദിവസമാണ് കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത്. റൂറൽ SP ML സുനിലിന്റെ മേൽനോട്ടത്തിൽ DYSP MM ജോസാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് സർക്കാർ ആശുപത്രിയിൽ ജോലിക്കിടെ ഒരു വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നത്. വെളിയം ചെറുകരക്കോണം സ്വദേശിയാണ് പ്രതിയായ സന്ദീപ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.